ഓണസദ്യയിലെ തൂശനിലയുടെ ഏറ്റവും അറ്റത്തായി കാണപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മധുരക്കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെയധികം നല്ല അടിപൊളി ടേസ്റ്റും ഉള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് പൈനാപ്പിൾ നല്ല അടിപൊളിയായിട്ട് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്, മുന്തിരി പച്ചമുന്തിരി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കടുക് പൊട്ടിക്കാനുള്ള ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് കുക്കറിനകത്താട്ടോ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിനകത്തേക്ക് നമുക്ക് കൈതച്ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കൈതച്ചക്ക ഇട്ട് കൊടുക്കാൻ നമുക്ക് ചെറിയൊരു കളറൊക്കെ വേണ്ടേ. കളറ് ഇല്ലെങ്കിൽ ആ ഒരു മധുരക്കറിക്ക് ആ ഒരു കളർ ഉണ്ടാവില്ല കേട്ടോ, മഞ്ഞ കളറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കളറിന് വേണ്ടി എന്താ ചേർക്കുന്നത് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ ഒത്തിരി ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്പൂണോ 1.25 സ്പൂണോ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടാട്ടോ ഇത് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കൈതച്ചക്കയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വേവാൻ ഇച്ചിരി പാടാട്ടോ. കുറേ വിസിലടിച്ചാലും വേവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തപ്പോൾ കുറേ തവണ നോക്കിയിട്ടും വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വേവാതെ എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കുറേ നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കുക. ഞാൻ പിന്നെ ഫ്രിഡ്ജിനകത്ത് അരിഞ്ഞ് വെച്ചേക്കുന്നത് കൊണ്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നായിരിക്കും. കുക്കർ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്കിത് ഉടച്ച് വിടണം. അപ്പോൾ ഇത് ഉടയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒന്നും പേടിക്കാനൊന്നും പോയില്ല, ഞാൻ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ. കാരണം അത് അല്ലെങ്കിൽ നമുക്ക് തവി വെച്ച് ഇങ്ങനെ ഉടച്ച് കുറേ നേരം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തവി വെച്ച് ഉടയ്ക്കുമ്പോൾ അത് ഉടയുന്നില്ലായിരുന്നു കേട്ടോ. അത് ഉടയാതിരുന്ന ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സിക്കകത്ത് അഥവാ ഉടയാതെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരഞ്ഞൊന്നും പോകരുത്. ജസ്റ്റ് നമുക്ക് ആ ഒരു നമ്മൾ തേങ്ങ ഓൾറെഡി ഇടുന്നത് കൊണ്ട് ഒരുപാട് നമുക്ക് അരഞ്ഞു പോയാലും വലിയ പ്രശ്നമൊന്നും വരികയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ക്യാഷ്നട്ടൊന്ന് വറുത്ത് കോരാം കേട്ടോ. അതിനകത്തേക്ക് തന്നെ കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് വറുത്തെടുക്കുന്നതുവേ. അപ്പോൾ ക്യാഷ് ഒരു ചെറിയൊരു ചുമന്ന കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ അതൊന്ന് കോരിയെടുക്കാം കേട്ടോ. അത് കോരിയെടുത്ത ശേഷം നമുക്കിപ്പോൾ തേങ്ങ ചിരകിയിടുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാത്തിനും ഏകദേശം ഒരേ വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ, തേങ്ങയുടെ ആ ചിരകിയിടുന്ന സംഭവത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ബാക്കിയുള്ള നെയ്ക്കകത്തേക്ക് തേങ്ങ ഇട്ട് നല്ല ചുമക്കെ വറക്കണം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വറക്കണം. അപ്പോൾ നമ്മളിത് വറക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിതെല്ലാം ചെയ്യുന്ന നെയ്ക്കകത്താട്ടോ. ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഞാൻ നെയ്യ് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ ചുമക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൃഷി ചെയ്തെടുത്തേക്കുന്ന മിക്സിക്കകത്ത് കൃഷി ചെയ്ത് പൈനാപ്പിൾ ആട്ടോ, ആ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ തേങ്ങായി നല്ല ചുമന്ന കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങായ്ക്കകത്തേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, മധുരത്തിന് വേണ്ടിയേ. പിന്നെ പൈനാപ്പിളിനകത്ത് നമ്മൾ ഉപ്പൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പാകണ്ട. കാരണം മധുരവും ഉപ്പും കൂടി ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആവും. കുറച്ച് ഉപ്പിട്ട് പൈനാപ്പിൾ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റപ്പായിട്ട് നമ്മുടെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കടുക് താളിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്ക്കകത്ത് മാത്രമേ താളിക്കാവുള്ളൂ, അതിനകത്ത് താളിച്ചേക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും താളിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്താൽ ഒന്ന് നല്ലപോലെ ഇളക്കണം കേട്ടോ. നമ്മുടെ വേറൊരു വലിയ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുന്തിരിങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മുന്തിരിങ്ങ ലാസ്റ്റേ ഇട്ട് കൊടുക്കാവുള്ളൂ, മുന്തിരിങ്ങ പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഇട്ടെന്ന് അടിപൊളിയായിട്ട് താളിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് ഇളക്കാനോ പെറുക്കാനോ ഒന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. കാരണം ഇത് മധുരക്കറിയാണ്, തൊടുകറിയാണ്, നമ്മുടെ തൂശനിലയുടെ ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ഞാനൊക്കെ സദ്യക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ തൊടുകറിയിലൊന്നും തൊടാറില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആയപ്പോഴത്തേക്കും സദ്യയുടെ ആ ഒരു വില മനസ്സിലായി വന്നു തുടങ്ങി. പിന്നെ ഈ ഒരു തൊടുകറിയിലൊക്കെ ഞാനൊന്ന് ചെറിയതായിട്ടൊന്ന് സ്പർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വറ്റൽമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ കരിച്ചൊവയായിരിക്കും. ജസ്റ്റ് ഒന്നും ചുമന്ന കളറാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് അതിനകത്തേക്ക് താളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതേ സംഭവങ്ങളെല്ലാം റെഡിയായി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒരുപാട് ഉടയ്ക്കാനോ ചതയ്ക്കാനോ നിൽക്കരുത്, കാരണം മുന്തിരിങ്ങ ഉടഞ്ഞു പോകും.
ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നമുക്കങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. ടേസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മധുരം ഫ്രണ്ടിൽ നിൽക്കണം, പിന്നെ ഓവറായിട്ട് ഉപ്പൊന്നും ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം സദ്യക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. ഒത്തിരി ഇളക്കിയൊന്നും ഉടയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ എല്ലായിടത്തും മുന്തിരിങ്ങ എത്താൻ വേണ്ടി നല്ലപോലെ ഇളക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ടാറ്റാ.